അപ്പോൾ നമുക്ക് പ്രിസിഷൻ എന്താണെന്ന് പറഞ്ഞു. പോസിറ്റീവ് പ്രിഡിക്റ്റ് ചെയ്തവയിൽ എത്രത്തോളം ശരിയാണ് എന്ന് പറയുന്ന മെട്രിക് ആണ് പ്രിസിഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ പ്രിസിഷന്റെ ഇക്വേഷൻ എന്തായിരുന്നു? TP ഡിവൈഡഡ് ബൈ TP പ്ലസ് FP. അപ്പൊ റീകോൾ എന്താണ്? റീകോൾ എന്ന് പറയുന്നത് ആക്ച്വൽ പോസിറ്റീവ് നിൽക്കുമ്പോൾ മോഡൽ എത്ര കൃത്യമായി പോസിറ്റീവ് പ്രിഡിക്റ്റ് ചെയ്തു എന്ന് കാണിക്കുന്നത്. അതായത് TP ഡിവൈഡഡ് ബൈ TP പ്ലസ് FN. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ മെയില് സ്പാം ആണോ അല്ലയോ എന്ന് ഡിറ്റക്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രിസിഷൻ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതായത് ഇപ്പോൾ ഇമാജിൻ ചെയ്ത് നോക്കൂ, ഒരു മോഡല് 100 മെയിലുകൾ സ്പാം എന്ന് പ്രെഡിക്റ്റ് ചെയ്തു. അതിൽ 70 മെയിൽ മാത്രമേ ശരിയായിട്ട് പ്രെഡിക്റ്റ് ചെയ്തുള്ളൂ എന്ന് വിചാരിക്കാം. അതായത് പ്രിസിഷൻ ഒരു 70%. ഇവിടെ ഫോൾസ് പോസിറ്റീവ് അതായത് FP വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. കാരണം നോൺ സ്പാം മെയിൽസ് സ്പാം ആയി പ്രിഡിക്റ്റ് ചെയ്താൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് മെയിൽസ് കാണാതെ പോകും, അല്ലേ? സ്പാം അല്ലാത്ത മെയിൽസിനെ സ്പാം എന്ന് പ്രിഡിക്റ്റ് ചെയ്താൽ പോസിറ്റീവായിട്ട് ഫോൾസ് പോസിറ്റീവായിട്ട് പ്രിഡിക്റ്റ് ചെയ്താൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് മെയിൽസ് കാണാതെ പോയില്ലേ? അപ്പോൾ ഫോൾസ് പോസിറ്റീവ് മാക്സിമം കുറയ്ക്കണം ഈ കേസിൽ. എന്നാൽ മെഡിക്കൽ ഡയഗ്നോസിസിന്റെ ഒക്കെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ റീകോളിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഓരോ മോഡലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ ഓരോരുത്തരുടെ ആവശ്യകതയെ ബേസ് ചെയ്തിട്ടാണ് FP ആണോ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കുറയ്ക്കേണ്ടത് അല്ലെങ്കിൽ FN ആണോ എന്നുള്ളത്. അപ്പോൾ സ്പാം ആയിട്ടുള്ള മെയിലുകളെ സ്പാം എന്ന് പ്രെഡിക്റ്റ് ചെയ്യണം. നോൺ സ്പാം മെയിൽസിനെയും സ്പാം ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്താൽ അത് പ്രശ്നമല്ല. പക്ഷെ മെഡിക്കൽ ഡയഗ്നോസിന്റെ കേസിൽ വരുമ്പോൾ നമ്മൾ റീകോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇമാജിൻ ചെയ്യുക, ഒരു 100 രോഗികളിൽ 90 ആളുകൾക്ക് നമ്മൾ ഡിസീസ് പോസിറ്റീവ് എന്ന് കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്തു. അപ്പൊ ഇവിടെ റീകോൾ എന്ന് പറയുന്നത് 90% ആണ്. അപ്പൊ ഇവിടെ ഫോൾസ് നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അതായത് ആക്ച്വൽ ഡിസീസ് പോസിറ്റീവായ ആളുകളെ നെഗറ്റീവ് എന്ന് പ്രെഡിക്റ്റ് ചെയ്തു, തെറ്റായിട്ട് ഫോൾസ് നെഗറ്റീവായിട്ട് പ്രെഡിക്റ്റ് ചെയ്താൽ അതൊരു ലൈഫ് ത്രെറ്റനിങ് ഇഷ്യൂസ് ഉണ്ടാവാനായിട്ട് കാരണമാവും, അല്ലേ? അപ്പൊ സ്പാം ഡിറ്റക്ഷനിൽ പ്രിസിഷൻ ആണ് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കുന്നത്. മോഡല് സ്പാം മെയിൽസ് ഒഴിവാക്കാൻ ഫോക്കസ് ചെയ്യണം, അതാണ് ഇവിടെ ഇമ്പോർട്ടൻസ്, അല്ലേ? ഇനി മെഡിക്കൽ ഫീൽഡിൽ റീകോൾ ആണ് അത്യാവശ്യം. അതായത് ഡിസീസ് പോസിറ്റീവായ ആളുകളെ കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യുന്നത് ജീവൻ രക്ഷിക്കാൻ സഹായിക്കും, അല്ലേ? അതായത് ശരിക്കും അസുഖമുള്ള ഒരാളെ അസുഖം ഇല്ല എന്ന് പ്രിഡിക്റ്റ് ചെയ്യല് മാക്സിമം കുറവായിരിക്കണം. അസുഖമുള്ള ആളുകളെ അസുഖം ഉണ്ടെന്ന് തന്നെ പ്രിഡിക്റ്റ് ചെയ്യണം. അത് ഇല്ല എന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പാടില്ല. അസുഖമില്ലാത്തവരെ അസുഖം ഉണ്ടെന്ന് പ്രിഡിക്റ്റ് ചെയ്താൽ പോലും അസുഖമുള്ള ഒരാളെ ഇല്ല എന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പാടില്ല. അതൊക്കെ ഒരുപാട് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിസിഷൻ റീകോൾ എന്നത് നമ്മുടെ ഓരോ ആവശ്യകതയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കുന്നത്. സ്പാം ഡിറ്റക്ഷനിൽ പ്രിസിഷൻ ഫോക്കസ് ചെയ്യുമ്പോൾ മെഡിക്കൽ ഡയഗ്നോസിസ് റീകോൾ മാത്രമാണ് പ്രാധാന്യം.